BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖരനായി പുതിയ പബ്ലിക് റിലേഷൻസ് ഏജൻസി വരുന്നു. കോഴിക്കോട് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ് വരുന്നത്. സോഷ്യൽ മീഡിയയിൽ രാജീവ് ചന്ദ്രശേഖരുടെ പോസ്റ്റുകൾ പ്രചരിപ്പിക്കലാണ് ഈ ഏജൻസിയുടെ പ്രധാന ഉത്തരവാദിത്വം. അലക്സ മുഹമ്മദ് വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. അലക്സ, ഈ PR ഏജൻസി ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പുതിയ സംഭവമല്ല. പല ആൾക്കാരും നല്ല പ്രതിഫലം കൊടുത്ത ഏജൻസികളെ ഉണ്ടാക്കുന്നു. മാധ്യമങ്ങളും ഏജൻസികളെ ഉപയോഗിക്കുന്നു എന്ന് വാർത്തകളുണ്ട്. കാര്യം ചില ആളുകൾ നല്ലവരാണെന്ന് പോസ്റ്റിട്ട് സായുജ്യമടയുന്ന പണം കൊടുത്ത് നേടുന്ന ആളുകളും നമുക്കിടയിലുണ്ട്. പറയൂ. SKN ശരിയാണ്, അതെല്ലാം ശരിയാണ്. പക്ഷേ BJP സംസ്ഥാന അധ്യക്ഷന്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ എന്തൊക്കെ ചെയ്തിട്ട് ഇതങ്ങോട്ട് ശരിയാകുന്നില്ലല്ലോ, ഇതങ്ങോട്ട് മെനയാകുന്നില്ലല്ലോ സജിയെ എന്ന് പറയുന്നത് പോലെയാണ് അദ്ദേഹത്തിന്റെ അവസ്ഥ. അദ്ദേഹം നേരത്തെ ഈ ബാംഗ്ലൂർ ആസ്ഥാനമായ മയൂർ എന്നൊരു PR ഏജൻസിയാണ് അദ്ദേഹത്തിന്റെ പേഴ്സണൽ PR വർക്കിന് വേണ്ടി ചുമതലപ്പെടുത്തിയിരുന്നത്. പക്ഷേ അതിൽ കുറേയേറെ പാകപ്പിഴകളും വിമർശനങ്ങളും ഒക്കെ ഉണ്ടാകുന്നൊരു പശ്ചാത്തലം കഴിഞ്ഞ നാളുകളിലുണ്ടായി. അതായത് കർക്കിടകത്തിന് മുമ്പ് തന്നെ കർക്കിടക ദിനം ആശംസിക്കുക തുടങ്ങി നിരവധിയായ പാകപ്പിഴകൾ അതുമായി ബന്ധപ്പെട്ടുണ്ടായി. രാജീവ് ചന്ദ്രശേഖരെ കേരള പശ്ചാത്തലത്തിൽ പുനരവതരിപ്പിക്കുക എന്നുള്ളതാണ് പുതിയ PR ഏജൻസിയുടെ ഉദ്ദേശം. അത് കോഴിക്കോട് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഏജൻസിയാണ്. ലെൻസ് ട്രാക്ക് എന്ന് പറയുന്ന പുതിയ ഏജൻസിക്കാണ് ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖരന്റെ പേഴ്സണൽ PR നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. SKN ഞാൻ സൂചിപ്പിച്ചതുപോലെ അത് ഒരു റീബ്രാൻഡിംഗ് RC എന്നൊരു മുദ്രാവാക്യത്തോടു അല്ലെങ്കിൽ എന്നൊരു ആപ്തവാക്യത്തോടു കൂടിയായിരിക്കും ഈ PR ഏജൻസിയുടെ വർക്കുകൾ നടക്കുക. നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ് ഈ PR ഏജൻസിയുടെ കാലാവധി. നിലവിലെ കരാർ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെയാണ്. പ്രതിമാസം 40 മുതൽ 45 ലക്ഷം രൂപ വരെ ചിലവ് പ്രതീക്ഷിക്കപ്പെടുന്നുണ്ട്. രാജീവ് ചന്ദ്രശേഖരെ പ്രൊമോട്ട് ചെയ്യുന്ന 150ഓളം ട്വീറ്റുകൾ ദിവസം Xൽ പോസ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട നിർദ്ദേശം ഇവർക്ക് ലഭിച്ചിട്ടുള്ളത്. ഇൻസ്പയറിംഗ് കണ്ടന്റുകൾ ഫേസ്ബുക്ക് പേജിൽ വരണമെന്നത് മറ്റൊരു പ്രധാനപ്പെട്ട ആവശ്യമാണ്. കഴിഞ്ഞ ദിവസങ്ങളെ രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പേജ് പരിശോധിച്ചാൽ ഇക്കാര്യങ്ങൾ കൃത്യമായി വ്യക്തമാകുകയും ചെയ്യും. ജനമനസ്സുകളിൽ ഇടം നേടിയ മലയാള സിനിമാ ഡയലോഗുകൾ രാജീവ് ചന്ദ്രശേഖരെ ബൂസ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കും. അതും സിനിമാ ഡയലോഗ് സന്ദേശത്തിലെ അടക്കമുള്ള ഡയലോഗുകൾ കട്ട് ചെയ്ത് രാജീവ് ചന്ദ്രശേഖരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ PR ഏജൻസി ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട നിർദ്ദേശം ലഭിച്ചിട്ടുള്ളത് തിരുവനന്തപുരം നഗരസഭ പിടിക്കുന്നതുമായി ബന്ധപ്പെട്ട വർക്കാണ്. അത് തിരുവനന്തപുരം നഗരസഭ കേന്ദ്രീകരിച്ച് ന്യൂയോർക്ക് മോഡലിൽ അത് രാജീവ് ചന്ദ്രശേഖരെയും ഒപ്പം പാർട്ടി നേതാക്കളെയും ഒക്കെ ബന്ധപ്പെടുത്തി AI മോഡലിലെ ചിത്രങ്ങൾ പ്രചരിപ്പിക്കാൻ നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം BJPയുടെ സംസ്ഥാന സമിതി യോഗവും അതുപോലെ BJP ജില്ലാ അധ്യക്ഷന്മാരുടെയും പ്രഭാരിമാരുടെ യോഗവും കഴിഞ്ഞ ദിവസം കൊല്ലത്ത് നടന്നിരുന്നു. ഇതിൽ ജില്ലാ അധ്യക്ഷന്മാരുടെയും പ്രഭാരിമാരുടെ യോഗത്തിൽ ഈ PR ഏജൻസി അധികൃതരെ BJP സംസ്ഥാന നേതൃത്വം പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. അവർക്ക് വേണ്ട ആവശ്യങ്ങൾ ജില്ലാ അധ്യക്ഷന്മാർ ചെയ്തു നൽകണം എന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ടാണ് ഇവരെ പരിചയപ്പെടുത്തി കൊടുത്തത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട് SKN. അതായത് സംസ്ഥാന അധ്യക്ഷന് വ്യക്തിപരമായി PR ചെയ്യുന്നതിന്റെ ചിലവ് അത് സംസ്ഥാന BJPയുടെ തലയിൽ കെട്ടിവെക്കുന്നതിൽ പാർട്ടിയിൽ ഒരു വിഭാഗത്തിന് വലിയ എതിർപ്പുണ്ട്. സാധാരണഗതിയിൽ BJPയുടെ സംസ്ഥാന അധ്യക്ഷന്മാരുടെ അത്ര PR ചിലവുകൾ പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു ചിലവില്ല. നിലവിൽ തന്നെ BJPക്ക് സംസ്ഥാന IT സെല്ലും മീഡിയ സെല്ലും ഒക്കെ ലക്ഷങ്ങൾ മുടക്കി ചിലവഴിക്കുന്നുണ്ട്. അതിനു പുറമെ വ്യക്തിപരമായ PR അതിന്റെ പണം കൂടി BJP വഹിക്കേണ്ടി വരുന്നതിൽ പാർട്ടിയുടെ ഒരു വിഭാഗത്തിന് എതിർപ്പ് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. അലക്സ് മുഹമ്മദാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.